നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറും ഫിലിപ്പെ കുട്ടീഞ്ഞോയും നേർക്ക് നേർ ഏറ്റുമുട്ടാൻ പോകുന്നു. യെസ്, ഇതിനു മുമ്പ് ഇരുവരും ക്ലബ് ഫുട്ബോളിൽ നേർക്ക് നേർ ഏറ്റുമുട്ടിയിട്ടുള്ളത് ഒരേ ഒരു തവണയാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് സംഭവിക്കാൻ പോകുന്നു. ബ്രസീലിയറോ സീരിയയുടെ ആദ്യ റൗണ്ടിലെ മത്സരം വാസ്കോ ഡ ഗാമയും സാൻഡോസും തമ്മിൽ 30-ാം തീയതിയാണ് നടക്കുന്നത്. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ 31-ാം തീയതി പുലർച്ചെ 3 മണിക്കാണ് ആ മത്സരം നടക്കുന്നത്. മത്സരം വാസ്കോ ഡി ഗാമയുടെ മൈതാനത്താണ് നടക്കുക. വാസ്കോയുടെ താരമാണിപ്പോൾ ഫിലിപ്പെ കുട്ടീഞ്ഞോ. സാൻഡോസിൻ്റെ സൂപ്പർ താരം നെയ്മർ ജൂനിയർ രണ്ടുപേരും പരിക്കിൻ്റെ പിടിയിൽ നിന്നും മുക്തരായിട്ട് വരികയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. നെയ്മർ കൊമ്പനാറ്റോ പൗലിസ്റ്റയുടെ സെമി ഫൈനൽ മത്സരത്തിൽ നിന്ന് പുറത്തായി. അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത് കാരണം അതിൽ നിന്ന് തിരികെ വരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തുന്നു. കുട്ടീഞ്ഞോ ഇതേപോലെ തന്നെ ഫ്ലമിംഗോക്കെതിരെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരിയോക്ക സെമി ഫൈനലിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റി പുറത്തായി. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച വാസ്കോയുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലേക്ക് അദ്ദേഹം തിരികെ എത്തിയിട്ടുമുണ്ട്. സോ ഈ രണ്ട് താരങ്ങളും നേർക്ക് ഏറ്റുമുട്ടാൻ പോകുന്നു. കുട്ടീഞ്ഞോയും നെയ്മറും ഒരിക്കൽ പോലും ബ്രസീലിയറോ സീരിയയിൽ ഇതിനു മുമ്പ് നേർക്ക് നേർ ഏറ്റുമുട്ടിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കുക. രണ്ടുപേരും അണ്ടർ 16 കാലഘട്ടം മുതൽ ബ്രസീലിയൻ ടീമിന് വേണ്ടി ഒരുമിച്ച് കളിക്കുന്നവരാണ്. ടിറ്റയുടെ കീഴിൽ 2018 വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇരുവരും മിന്നിക്കത്തി കളിക്കുകയുണ്ടായി. റഷ്യയിൽ ആ വേൾഡ് കപ്പ് കളിക്കുകയും ചെയ്തു. പക്ഷേ കളിക്കളത്തിൽ ക്ലബ് ഫുട്ബോളിൽ അവർ ഒരേ ഒരു തവണ മാത്രമേ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ളൂ. കുട്ടീഞ്ഞോ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്റർ മിലാനിലേക്ക് ചേക്കേറിയത് കൊണ്ട് ബ്രസീലിയറോ സീരിയയിൽ ആ ഏറ്റുമുട്ടൽ ഇതിനു മുമ്പ് നടന്നില്ല. ഒരു സാധ്യതയുണ്ടായിരുന്നു. 2010 ബ്രസീലിയറോ സീരിയയിൽ അദ്ദേഹം യൂറോപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് വാസ്കോക്ക് വേണ്ടി കളിച്ച കളിയായിരുന്നു അത്. ബട്ട് ആ കളിക്ക് നെയ്മർ ജൂനിയർ സസ്പെൻഡഡ് ആയതുകൊണ്ട് അന്ന് കളിച്ചില്ല. ആ ഏറ്റുമുട്ടൽ നടന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ രണ്ട് താരങ്ങൾ നേർക്ക് നേർ ഏറ്റുമുട്ടുന്നത് നമ്മൾ കണ്ടത് ഒരു 10 വർഷത്തിന് ശേഷമാണ്. 2019-20 സീസണിൻ്റെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരം. യെസ്, അതൊരു വല്ലാത്ത വർഷമായിരുന്നു. കോവിഡ് കാരണം യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് സ്റ്റേജ് എല്ലാം കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് വെച്ച് നടത്തി, ലിസ്ബണിൽ വെച്ച് നടത്തി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ആ ഘട്ടത്തിൽ ബയൺ മ്യൂണിക്കിലായിരുന്നു ഫിലിപ്പെ കുട്ടീഞ്ഞോ കളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം FC ബാഴ്സലോണയുടെ താരമായിരുന്നു. ലോണിലാണ് അദ്ദേഹം ബയണിൽ കളിച്ചത്. 11 ഗോളുകൾ 38 മത്സരങ്ങളിൽ നിന്ന് ബവേറിയൻസിന് വേണ്ടി അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. അവരുടെ ടീമിൽ മാനുവൽ ന്യൂയർ, ലെവൻഡോസ്കി, മുള്ളർ പോലുള്ള സൂപ്പർ ഡ്യൂപ്പർ പ്ലെയർ ആയിരുന്നില്ല കുട്ടീഞ്ഞോ എങ്കിലും ടീമിൻ്റെ അഭിവാജ്യ ഘടകമായിട്ട് കണക്കാക്കിയിരുന്നു. അന്ന് ഫൈനൽ മത്സരം വരെ PSG കൊണ്ടുപോയത്, തൻ്റെ ചുമലിലേറ്റി കൊണ്ടുപോയത് സാക്ഷാൽ നെയ്മർ ജൂനിയറുടെ മികവാണ്. ഫൈനലിൽ പക്ഷേ മിന്നിക്കത്തി നെയ്മർ കളിച്ചിട്ടും റിസൾട്ട് വന്നില്ല. ഒറ്റ ഗോളിൻ്റെ പ്രശ്നത്തിൽ അന്ന് ശരിക്കും ആധിപത്യം പുലർത്തി PSG. പക്ഷേ വിജയിച്ച് കയറിയത് ബയൺ മ്യൂണിക്കാണ് ഒറ്റ ഗോളിൻ്റെ ബലത്തിൽ. അന്നത്തെ ചിരി ഫിലിപ്പെ കുട്ടീഞ്ഞോക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവർ ഫുട്ബോൾ കളത്തിൽ ഏറ്റുമുട്ടുകയാണ്. ഈ വരുന്ന 30-ാം തീയതി ഇന്ത്യൻ സമയം പറയുമ്പോൾ 31 പുലർച്ചെ. ആര് ജയിക്കും? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.